വെൽക്കം ബാക്ക് ടു ബിഗ് ബോസ് മലയാളം സീസൺ 6. ഇന്നലത്തെ എപ്പിസോഡിൽ ഫസ്റ്റ് തന്നെ കണ്ടത് എല്ലാവരും യോഗ ചെയ്യും. ഇങ്ങനത്തെ ഉള്ളൊരു യോഗയാണ് നമ്മുടെ ഫിസിക്കൽ ട്രെയിനറായ റസ്മിൻ ബായ് എല്ലാവർക്കും പഠിപ്പിച്ചു കൊടുത്തത്. അപ്പോൾ ജാൻമണി വന്ന് പറഞ്ഞു, എന്നോട് ആരും ഓർഡർ ഇടാൻ പറ്റില്ല, എൻ്റെ പേരൻസ് പോലും എൻ്റെ അടുത്ത് ഓർഡർ ഇല്ല, എനിക്ക് യോഗയും ഈ സംഭവം എനിക്ക് ചെയ്യാൻ പറ്റില്ല, എനിക്ക് എൻ്റെതായ സ്പേസ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് പോയി. പിന്നെ നൂറ ഒരു കംപ്ലൈന്റ് റേസ് ചെയ്തു. ബിക്കോസ് ജിൻറ്റോ പവർ റൂമിൽ സംസാരിച്ച കാര്യം വന്ന് നൂറയോട് പറഞ്ഞു എന്നുള്ളതിന്റെ കംപ്ലൈന്റ് റേസ് ചെയ്തപ്പോൾ വിച്ച് ഷുഡ് നോട്ട് ബി ഡൺ, റസ്മിൻ ബായ്ക്ക് ദേഷ്യം വന്നു ഒബ്വിയസ്ലി. അപ്പൊ എല്ലാവരും പറഞ്ഞു റൈറ്റ്, അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, എന്തിനാണ് അത് വന്ന് ഡിസ്കസ് ചെയ്തേ വരും. അപ്പോൾ റസ്മിൻ ബായ് വന്ന് റിസൾട്ട് അനൗൺസ് ചെയ്തതിന് ഒരു തെറ്റാണെന്ന് ജിൻറ്റോ എന്തിനാ അങ്ങനെ പറയണമെന്ന് അറിഞ്ഞില്ല. എല്ലാവരും അവിടെ മണ്ടൻ എന്ന് വിളിക്കുന്നു. ഇനി ശരിക്കും മണ്ടത്തരം കാണിക്കണോ എന്ന് അറിഞ്ഞില്ല. അപ്പോൾ ജിൻറ്റോന് ഒരു പണിഷ്മെന്റ് കൊടുക്കണം എന്ന് പറഞ്ഞു എല്ലാവരും കൂടെ ഡിസ്കസ് ചെയ്ത് അത് ഒരു വൺ അടിയായിരുന്നു. ഡിസ്കസ് ചെയ്ത് റസ്മിൻ ബായ് എഴുതി പവർ ടീമിലത്തെ ഡിസ്കഷൻ പുറത്ത് വന്ന് പറഞ്ഞതിനാൽ 2 ദിവസത്തെ ഫ്ലോർ ക്ലീനിങ്ങും 1 ദിവസത്തെ വെസൽ ക്ലീനിങ്ങും ജിൻറ്റോ ചെയ്യണം എന്നുള്ളതായിരുന്നു പണിഷ്മെന്റ്. അപ്പൊ ഗബ്രി എണീറ്റ് വന്ന് സംസാരിച്ചു എന്ന് പറഞ്ഞു. ചുമ്മാ ഒരു ഇതിനു വേണ്ടി ഗബ്രിക്ക് ജിൻറ്റോ ഒരു പണിഷ്മെന്റ് കൊടുത്തു, വിച്ച് ഇസ് നോട്ട് അക്സെപ്റ്റബിൾ. ബിക്കോസ് പവർ ടീം കൊടുത്തതല്ല, ജിൻറ്റോന്റെ പേഴ്സണൽ ഇതിന് കൊടുത്തതായിരുന്നു. അത് കഴിഞ്ഞ് എല്ലാവരും ചെയ്യാൻ പറയണു. ജിൻറ്റോ ചെയ്യില്ല, എല്ലായിടത്തേക്കും ലേറ്റ് ആയിട്ടാ വരണേ, പവർ ടീം എന്ന് പറഞ്ഞിട്ട് ചുമ്മാ കുറച്ച് ഓവർ ആക്കുന്ന പോലെ ഇപ്പൊ ഫീൽ ആവാൻ തുടങ്ങി. അപ്പോഴാണ് കിച്ചൺ ടീമിലൊരു അടി. ബിക്കോസ് നൂറ പോയി സംസാരിക്കുന്നു, പണി ചെയ്യുന്നില്ല എന്നുള്ളത്. അപ്പോൾ നൂറയ്ക്ക് ഭയങ്കരമായിട്ട് അത് ഫീൽ ആയി. ബിക്കോസ് ജിൻറ്റോ എന്നും നൂറാനെ അവൾ എന്റെ പുറകെ വരണു പറയുമ്പോൾ പുറത്തത് എങ്ങനെയായിരിക്കും ഡെലിവർ ആവുക, വിച്ച് ഇസ് നോട്ട് ഗുഡ് ടു ഹിയർ. എന്റെ പുറകെ അവൾ വരുന്നു എന്ന് പറയുന്നത് ശരിയല്ലോ എന്ന് പറഞ്ഞ കുറച്ച് ബസ്റ്റ് ഔട്ട് ആവുന്നുണ്ടായിരുന്നു. ഇതൊക്കെ കഴിയുമ്പോഴാണ് ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുക്കുന്നത്. ബിക്കോസ് നെക്സ്റ്റ് പവർ ടീമിലേക്ക് കയറാൻ, പവർ റൂമിലേക്ക് കയറാനുള്ളൊരു ടാസ്ക് വേണമല്ലോ. അപ്പൊ ലാസ്റ്റത്തെ ടാസ്ക് ആയിട്ട് ഇങ്ങനെ ക്യൂബ്സ് ഇങ്ങനെ വെച്ച് ഇങ്ങനെ അടുക്കി ഇങ്ങനെ തട്ടുമ്പോൾ ബോൾ പോയി ഇങ്ങനെ വീഴണം, കറക്റ്റായിട്ട് ബക്കറ്റിൽ വീഴണം. പക്ഷെ അതിൽ ഫസ്റ്റ് പവർ ടീമിൽ 2 പേരല്ലേ ഉള്ളൂ, നെക്സ്റ്റ് ടീമിൽ 4 പേരുണ്ടല്ലോ. അപ്പൊ ഫസ്റ്റ് കളിച്ചത് നൂറയും ശ്രീധുവുമായിരുന്നു. വീണില്ല, പവർ ടീമുകാരാണ് ഫസ്റ്റ് റൗണ്ട് ജയിച്ചത്. പിന്നെയും ജിൻറ്റോനോട് റസ്മിൻ ബായ് ഒരുപാട് റിക്വസ്റ്റ് ചെയ്ത് ചെയ്യില്ല എന്ന് പറഞ്ഞു. അപ്പൊ ആസ് എ പവർ ടീം മെമ്പർ ഷീൽ ഡു ഓൾ ദീസ് ടാസ്ക് എന്ന് പറഞ്ഞ് ഒരു ഡെസിഷൻ എടുത്തു, വിച്ച് ഇസ് റൈറ്റ്. അങ്ങനെ എടുത്ത് അപ്പോഴാണ് ജിൻറ്റോ മച്ചാൻ എല്ലാവർക്കും ഇങ്ങനെ ക്യാമറ സ്പേസ് കൊടുക്കുന്നത്. പോയി വെയിലത്ത് പോയിട്ട് ഞാൻ എന്റെ പണിഷ്മെന്റ് അനുഭവിക്കുന്നു, ഞാൻ വെയിലത്ത് വന്നിരിക്കണം എന്നൊക്കെ. മണ്ടത്തരം തന്നെ എന്ന് തോന്നുന്നു. അല്ല, ശരിക്കും അവിടെ എല്ലാവരും മണ്ടൻ എന്ന് പറയുന്നത് മണ്ടനല്ല, ബട്ട് ഹി ഈസ് വെരി സ്മാർട്ട്. ഹി നോസ് വെയർ ടു ക്യാച്ച് ദ ക്യാമറ ആൻഡ് വാട്ട് ടു ഡു. അതൊക്കെ കഴിഞ്ഞിട്ടും ഇതേ ഒരു സംഭവം ഇങ്ങനെ ടോക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ സെക്കൻഡ് റൗണ്ട് വന്നു. സെക്കൻഡ് റൗണ്ടിൽ അപ്സര ആൻഡ് ശരണ്യാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ആൻഡ് ദേ വൺ ദ മാച്ച്. സോ രണ്ടും ടൈയായി. ഇപ്പൊ തേർഡ് റൗണ്ട് കുറെ നേരം നമ്മളിരുന്ന് നോക്കി, അയ്യോ എങ്ങനെ ഇട്ടാലും ഈ ബോൾ വീഴുന്നില്ല. അപ്പൊ ബിഗ് ബോസ് തന്നെ ഇവരുടെ ഒരു മത്സര ബുദ്ധി കണ്ടിട്ട് ശരി സെക്കൻഡ് റൗണ്ടിൽ ഉണ്ടായിരുന്ന ടേബിളുടെ ഹൈറ്റ് മാറ്റി തോന്നുന്നു. അപ്പോൾ ടേബിള് വെച്ച് തരാമെന്ന് പറഞ്ഞു. ടേബിൾ വെച്ചു. അതും കുറച്ച് നല്ല മാച്ചായിരുന്നു. നല്ല എന്താ പറയാ, നല്ല ഗെയിം സ്പിരിറ്റ് ഉള്ള നല്ല മാച്ചായിരുന്നു. 2 പേരും നന്നായി ചെയ്ത് വീണ്ടും വന്നതാരാണ്? അതേ പവർ ടീം. ജിൻറ്റോ ആൻഡ് റസ്മിൻ ബായ് വീണ്ടും പവർ റൂമിലേക്ക് കയറുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു കറന്റ് സിനാരിയോ. ബിക്കോസ് ദേ വൺ ദ ടാസ്ക്. ഇവരോട് മാച്ച് ചെയ്ത് 2 പേരാണെങ്കിലും അവർ നന്നായി പിടിച്ചു നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഗെയിം കഴിഞ്ഞു. ഇനി വരാൻ പോണത് എന്താണെന്ന് അറിയില്ല. ബിക്കോസ് ഇന്നത്തെയും കൂടെ എപ്പിസോഡ് കഴിഞ്ഞില്ല. ലാലേട്ടൻ വന്ന് എന്തൊക്കെ പറയുമെന്ന് അറിയില്ല. ലാസ്റ്റ് വീക്ക് മൊത്തം ട്രാജറിയും വന്നിതവുമായിരുന്നു. ഇതിന്റെ നടുവിൽ ക്യാപ്റ്റൻ നിലപാട് ക്യാപ്റ്റൻ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ഹൻസിബ കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റി ഡീസെന്റ് ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് എന്നതാണ് ഇതുവരെ കണ്ടത്. So let's see how it goes. Keep watching Big Boss Malayalam season 6 in Disney+ Hotstar.